ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ജമ്മുവിൽ മഴയിലും മിന്നൽ പ്രളയത്തിലും 40-ലധികം മരണം. കത്ര വൈഷ്ണോദേവി തീർത്ഥാടന പാതയിൽ വൻ നാശനഷ്ടം. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ ജമ്മുവിലെത്തി. വിവരം നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിവിധ നഗരങ്ങളിലടക്കം കനത്ത മഴ തുടരുകയാണ്. ഒപ്പം ജമ്മുവിൽ മഴയിലും മിന്നൽ പ്രളയത്തിലും 40-ലധികം മരണം ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, ജമ്മു കശ്മീർ കൂടാതെ ഹിമാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഇടവിട്ട കനത്ത മഴ തുടരുകയാണ്. അതിൽ ജമ്മു കശ്മീരിൽ ജമ്മു സെക്ടറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കനത്ത മഴയും പലയിടങ്ങളിലും മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും ഉണ്ടായി. 40-ലധികം മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടായിട്ടുള്ളത് കട്ര വൈഷ്ണോദേവി തീർത്ഥാടന പാതയിലാണ്. അവിടെ അപ്രതീക്ഷിതമായി കനത്ത മഴ പെയ്യുകയും മണ്ണിടിച്ചിലും വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 33 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 25-ലധികം പേർക്ക് പരിക്കേറ്റു. അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഒപ്പം സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് എത്തിക്കുകയും ഒപ്പം ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെയെല്ലാം തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനുമുള്ള നടപടി തുടരുകയാണ്. ധോഡ മേഖലയിലെ 10-ലധികം സ്ഥലങ്ങളിലാണ് മിന്നൽ പ്രളയം ഉണ്ടായിട്ടുള്ളത്. അവിടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രക്ഷാദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ചെനാബ്, താവി നദികൾ കരകവിഞ്ഞൊഴുകി പലയിടങ്ങളിലും പാലത്തിന് മുകളിലേക്ക് വെള്ളം കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു ശ്രീനഗർ ദേശീയപാത, അതായത് ശ്രീനഗറിനെയും ജമ്മുവിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത നിലവിൽ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞു വീണു. മഴ തുടരുന്നതിനാൽ കൂടുതൽ അപകടത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ജമ്മു ശ്രീനഗർ ദേശീയപാത അടച്ചിരിക്കുകയാണ്. ജമ്മുവിലേക്ക് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ സംഘങ്ങൾ നിലവിലെത്തിയിട്ടുണ്ട്. അത് അത്യാധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ ആയിക്കൊണ്ടാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ സംഘങ്ങൾ ജമ്മുവിലെത്തിയിട്ടുള്ളത്. അവർ കൂടി ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകും. നിലവിൽ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും ജമ്മു കശ്മീർ പോലീസും CISFും CRPFും ഉൾപ്പെടെ സംയുക്ത സേനയാണ് വിവിധ മേഖലകളിൽ രക്ഷാദൗത്യം നടത്തിവരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നും ആവശ്യമായിട്ടുള്ള സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ജമ്മു കശ്മീരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും കാര്യങ്ങൾ വിലയിരുത്തുന്നു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഈ അപകട സ്ഥലങ്ങൾ ഉടൻ സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശങ്ങളിലും ഉയർന്ന മേഖലകൾ, അതായത് മലയോര മേഖലയിലൂടെയുള്ള യാത്രയ്ക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തിന് സാധ്യതയുണ്ട്. മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനത്തിനും സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പരിശോധിച്ച് വേണം യാത്ര ക്രമീകരിക്കാൻ എന്നുള്ളതാണ് തീർത്ഥാടകരോടും വിനോദസഞ്ചാരികളോടും അധികൃതർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഡൽഹിയിൽ യമുന നദിയിലെ വെള്ളം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഈ യമുന നദിയുടെ കരയിൽ താമസിക്കുന്നവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടാതെ ആ കരയിൽ താമസിക്കുന്നവർക്ക് നിലവിൽ ഡൽഹി സർക്കാർ ഇടപെട്ടുകൊണ്ട് താൽക്കാലിക ഷെൽട്ടറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടേക്ക് ജനങ്ങളെ മാറ്റുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാജസ്ഥാനിലും പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് ഈ മേഖലകളിലെല്ലാം കനത്ത മഴ ഇടവിട്ട് തുടരുന്നു. പലയിടങ്ങളിലും മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും വൻ നാശനഷ്ടമുണ്ടായി. വൈഷ്ണോദേവിയിലേക്കുള്ള തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവെച്ചു. തീർത്ഥാടന പാതയിലുണ്ടായിട്ടുള്ള അപകടത്തിൽ 33 പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട്. ജമ്മുവിൽ കഴിഞ്ഞ 24 മണിക്കൂറിനകം 40-ലധികം മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ കൂടുതൽ യൂണിറ്റുകൾ ജമ്മുവിലെത്തിയിട്ടുണ്ട്. നിഖിൽ. ശരി ജിഷ്ണു, എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.